മക്കളെ ആർദ്രാമസ് ആണ്. യെസ്, നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ സോഷ്യൽ സയൻസിൽ എങ്ങനെ എക്സൽ ചെയ്യാം അല്ലെ. നമ്മൾ മാത്സിലും അല്ലെങ്കിൽ സയൻസ് സബ്ജക്റ്റിലും അല്ലെങ്കിൽ ലാംഗ്വേജസിലൊന്നും ആൻസർ ചെയ്യുന്ന രീതിയിലായിരിക്കില്ല അല്ലേ. അങ്ങനെ ആയിരിക്കില്ല നമുക്ക് എന്തുണ്ടാവുക, സോഷ്യൽ സയൻസ് നമ്മൾ ആൻസർ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ പഠിച്ചാൽ എങ്ങനെയൊക്കെ ആൻസർ ചെയ്താൽ ഓക്കെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സോഷ്യൽ സയൻസിൽ എക്സൽ ചെയ്യാം അല്ലെങ്കിൽ ടോപ്പർ ആവാമെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ടോപ്പർ ആവാനുള്ള ടെക്നിക്സും ടിപ്സും ഒക്കെ മിസ് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ടിപ്പ് നമ്പർ 1 എന്താണ്, അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്. സോഷ്യൽ സയൻസ് ആണ് അല്ലെ, വേസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ കടലോളമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ബൈ ഹാർട്ടായിട്ട് മുഴുവൻ പഠിക്കാതെ കോർ ആയിട്ടുള്ള കോർ കോൺസെപ്റ്റ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കലേ. ഇപ്പം ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററിയിൽ ഒരു ഫ്രഞ്ച് റെവല്യൂഷന് കാരണമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ റീസൺസ് ആണ്, എവിടെ വെച്ചാണ് ഈ ഫ്രഞ്ച് റെവല്യൂഷൻ നടന്നത്, ഓക്കെ, ആൻഡ് ഇതിൻ്റെ റിസൾട്ട് അല്ലെ ആഫ്റ്റർ എഫക്ട്സ്, ഈ കാര്യങ്ങളൊക്കെ ആ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് പഠിക്കാം. ഇവനിപ്പോൾ ജോഗ്രഫി ആണെങ്കിൽ ഓക്കെ, ഒരു ജോഗ്രഫിക്കൽ അല്ലെങ്കിൽ ഒരു ഫെനോമിനൻ ഓക്കെ, അതിനുണ്ടാവാനുള്ള റീസൺസ് അല്ലേ, എന്തൊക്കെ റീസൺസ് ആണ് ഈ ഒരു ഫിനോമിനന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളത്, അല്ലെങ്കിൽ റീസൺസ് ബിഹൈൻഡ് ദിസ് ജോഗ്രഫിക്കൽ ഫിനോമിനൻ. ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു ജോഗ്രഫി, എക്കണോമിക്സ് അല്ലെങ്കിൽ ഹിസ്റ്ററി, ഓരോ സബ്ജക്റ്റിനും ഓരോ പാറ്റേൺ ആയിരിക്കും അത് ഈ കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാൻ പറ്റുക. അപ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, കോൺസെപ്റ്റ് നന്നായിട്ട് പഠിച്ചു വെക്കാം. എല്ലാം ബൈ ഹാർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഫോളോ ചെയ്യാതെ കൃത്യമായിട്ട് കോൺസെപ്റ്റ് മാത്രം നന്നായിട്ട് പഠിച്ച് എന്ത് ചെയ്യുക, ആൻസറിൽ അത് ഇലാബറേറ്റ് ചെയ്യുക അല്ലെ. അങ്ങനെയാണ് നമ്മൾ സോഷ്യൽ സയൻസിൽ എപ്പോഴും പഠിക്കേണ്ടതും ആൻസർ ചെയ്യേണ്ടതും. അപ്പോൾ ഇതാണ് ടിപ്പ് നമ്പർ 1. ഓക്കെ, അപ്പോൾ എന്താണ് ടിപ്പ് നമ്പർ 2? മേക്ക് എ സ്റ്റഡി പ്ലാൻ. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഏത് കാര്യം ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം, എന്നാ പറഞ്ഞാലും പ്ലാൻ பண்ணണം അല്ലേ. അപ്പോൾ എന്താണ്, കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുക. അതായത് നിങ്ങളെ സ്റ്റഡി ടൈം ഓർഗനൈസ് ചെയ്യുക, ഈ ഒരു നിങ്ങളെ പോർഷൻസ് ഡിവൈഡ് ചെയ്യുക. ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഏരിയാസ് ഉണ്ടാവും, അത് നിങ്ങൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് എഴുതി വെക്കാം. അങ്ങനെ ഒരു മോഡറേറ്റ് ലെവലിലുള്ള പോർഷൻസ് ഉണ്ടാവും, അതും എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കുക. ആൻഡ് നിങ്ങൾക്ക് ഹാർഡ് ആയിട്ടുള്ള കുറച്ച് ടഫ് ആയിട്ടുള്ള പോർഷൻസ് ഉണ്ടാവും, അതും എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കുക. ഈ ടഫ് ആയിട്ടുള്ള ഏരിയയിൽ കുറച്ചധികം നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, നന്നായിട്ട് വർക്ക് ചെയ്യുക. ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചൊന്ന് റിവൈസ് ചെയ്താൽ മതിയായിരിക്കും. മോഡറേറ്റ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, മോഡറേറ്റ് ലെവലാണ്, അതിനനുസരിച്ചുള്ള പണി നമുക്ക് അത്രത്തോളം എടുക്കണ്ട. മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഈസിയുമല്ല ഹാർഡും അല്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, പോർഷൻസ് ഒക്കെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുക. ഏതൊക്കെ സമയത്ത് ഏത് പോർഷൻ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ പോർഷൻസും കവർ ചെയ്യാം, എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ സെറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇതിന് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നതാണ് ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് നോക്കുക അല്ലേ. എക്സാം പാറ്റേൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുന്നേ ചോദിച്ചിട്ടുള്ള നിങ്ങളെ സീനിയേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കുക, ഏതൊക്കെ ചാപ്റ്റേഴ്സിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. നിങ്ങൾക്ക് PYQs അല്ലേ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് മനസ്സിലാവും. കൃത്യമായിട്ട് ഒരു വെയിറ്റേജ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുക. ആൻഡ് ടിപ്പ് നമ്പർ 3, യൂസ് വിഷ്വൽ എയ്ഡ്സ്. അതായത് നമുക്കറിയാം മൈൻഡ് മാപ്സ് അല്ലേ, ടൈം ലൈൻസ്, ചാർട്ട്സ് അല്ലേ, നമ്മൾ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ വെച്ച് എഴുതാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ സോഷ്യൽ സയൻസ് പഠിക്കുന്ന സമയത്ത് വൻ ഹെൽപ്ഫുൾ ആണ്. കാരണം ഹിസ്റ്ററി ആണെങ്കിലും ഒരുപാട് ഡേറ്റ്സും കാര്യങ്ങളും നമുക്ക് ഓർത്ത് വെക്കാനുണ്ടാവും, ജോഗ്രഫി ആണെങ്കിലും മാപ്പ് കാര്യങ്ങൾ ഓർത്ത് വെക്കാറുണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള മൈൻഡ് മാപ്സും ടൈം ലൈൻസും ചാർട്ട്സും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് സോഷ്യൽ സയൻസ് നല്ല രീതിയിൽ പഠിക്കാം. ബാക്കിയുള്ള സബ്ജക്റ്റ് പോലെ തന്നെ നമുക്ക് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടല്ലേ, നമ്മൾ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ വെച്ച് പല കളറിലുള്ള പല പെന്നൊക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ മൈൻഡ് മാപ്സ് ഒക്കെ റിവൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിഷ്വൽ എയ്ഡ്സിൻ്റെ ഹെൽപ്പും എന്ത് ചെയ്യാം, തേടാം. ഓക്കെ, അപ്പോൾ ടിപ്പ് നമ്പർ 4, പ്രാക്ടീസ് ആൻസർ റൈറ്റിംഗ്. നമ്മൾ കൃത്യമായിട്ട് കോണ്ടന്റ് പഠിച്ചാൽ മാത്രം മതിയോ? ഈ കാര്യങ്ങളൊക്കെ സിലബസിൽ NCERT ടെക്സ്റ്റിൽ കൊടുത്തല്ലേ, എല്ലാ സിലബസും കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രം മതിയോ? നന്നായിട്ട് പഠിച്ചാൽ മാത്രം മതിയോ? പോരാ, ഇതെന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് ഇത് ആൻസർ ഷീറ്റിൽ നല്ല അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റണല്ലേ. അപ്പോൾ എങ്ങനെയാണ് നന്നായിട്ട് ആൻസർ ചെയ്യാം? നമുക്കറിയാം, നമ്മൾ എന്ത് കാര്യമാണെങ്കിലും അത് പ്രാക്ടീസ് ചെയ്താൽ നമ്മൾ എന്താവും, അതിൽ മാസ്റ്റർ ആവും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പഠിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ഒക്കെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ആൻസർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യല്ലേ. അപ്പോൾ പ്രാക്ടീസ് ചെയ്തല്ലേ, നമുക്കറിയാം സോഷ്യൽ സയൻസ് എഴുതുന്ന സമയത്ത് മാത്സ് പോലെയല്ല, മാത്സ് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുകയാണല്ലേ, അതിന് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് സോഷ്യൽ സയൻസ് എന്താണ്, അതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും അല്ലേ, ഒരു എസ്സേ ടൈപ്പ് ആയിരിക്കും, ആൻഡ് പോയിന്റ്സ് എങ്ങനെ എഴുതണം, ആൻഡ് അതെങ്ങനെ കൺക്ലൂഡ് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ചെയ്യണം. ആരോ മാർക്ക് ഇടേണ്ട സമയത്ത് ആരോ മാർക്ക് ഇടണം, ബുള്ളറ്റ്സ് യൂസ് ചെയ്യേണ്ട സമയത്ത് ബുള്ളറ്റ്സ് യൂസ് ചെയ്യണം അല്ലേ. ഇൻട്രൊഡക്ഷൻ വേണ്ട സ്ഥലങ്ങളിൽ ഇൻട്രൊഡക്ഷൻ വേണം, ടൈറ്റിൽ കൊടുക്കേണ്ട സ്ഥലത്ത് ടൈറ്റിൽ കൊടുക്കണം. ഇപ്പോൾ ഷോർട്ട് ആൻസർ ആണെങ്കിൽ അതിൻ്റെ രീതിയിൽ എഴുതണം.
ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന് വേറൊരു പാറ്റേൺ ആയിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആൻസർ ചെയ്ത് പഠിക്കുക. അതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ടൈമും കൂടെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, മാനേജ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ അടുത്തൊരു ടിപ്പ് നോക്കിയോ. യെസ്, ഫിഫ്ത്ത് ടിപ്പ്, റെഫർ ടു NCERT ടെക്സ്റ്റ് ബുക്ക്. നമുക്കറിയാം യെസ് എന്താണ് NCERT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിരിക്കും നമ്മൾ ബോർഡ് എക്സാമിൽ നിങ്ങൾ ആനുവൽ എക്സാമിനാണെങ്കിലും ബോർഡ് എക്സാമിനൊക്കെ എന്താണ് എക്സാം എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് NCERT അരച്ച് കലക്കി കുടിക്കണം എന്നൊന്നല്ല പറയുന്നത്. NCERT ആണ് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന കൃത്യമായുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഓൾമോസ്റ്റ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ കയ്യിലാണ് എന്തുള്ളത്, മാർക്സ് അല്ലേ. നമ്മളാണ് എന്ത് ചെയ്യുന്നത്, നമ്മളാണ് നന്നായിട്ട് ഈ NCERT നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പെർഫോം ചെയ്യാമോ, അത് വേറെ ആർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും NCERT ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ആ സിലബസിൽ അല്ലെ ആ ഒരു കോണ്ടന്റ് നന്നായിട്ട് പഠിച്ചൊരു കുട്ടിക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ആൻസർ ചെയ്യാം. ഓക്കെ, ഇതാണ് അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്. ആൻഡ് യെസ്, ലാസ്റ്റ് ടിപ്പ്, സോൾവ് പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ്, അല്ലെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിനൊക്കെ പറ്റി പറഞ്ഞപ്പോഴാണ് NCERT ഇപ്പോൾ ബോർഡ് എക്സാം ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തൊട്ട് മുന്നേയുള്ള വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം. ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ വെയിറ്റേജ് ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു സെയിം വെയിറ്റേജ് ഒക്കെ വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അല്ലേ. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, യെസ് അതിനനുസരിച്ച് പഠിച്ച് നല്ല മാർക്സ് സ്കോർ ചെയ്യല്ലേ. അപ്പോൾ ഇത്രയും ടിപ്സൊക്കെ ഫോളോ ചെയ്ത് നന്നായിട്ട് പഠിക്കുന്ന ഒരാൾ ആലോചിച്ച് നോക്കിയേ, സോഷ്യൽ സയൻസിൽ ഫുൾ മാർക്ക് ആയിരിക്കില്ലേ. അപ്പോൾ ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്ത് നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ബോർഡ് എക്സാമിനാണെങ്കിലും മാനുവൽ എക്സാമിനാണെങ്കിലും ടേം എക്സാമിനാണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് പഠിച്ച് നല്ല മാർക്സ് സ്കോർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കുക.